ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ആ കാണുന്നതാണ് കേട്ടോ എൻ്റെ തറവാട് ക്ഷേത്രം. അപ്പോൾ ഞാനിന്ന് കണ്ണിമാങ്ങ പെറുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അച്ഛനും മോളും അവിടെ നിൽക്കുന്ന ആ സമയം കൊണ്ട് ഞാൻ വേഗം തോട്ടത്തിൽ പോയിട്ട് കണ്ണിമാങ്ങ പെറുക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. നല്ല വെയിലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ല വലിയ മാവായതുകൊണ്ട് തന്നെ ഒരുപാട് മാങ്ങ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിൽ കയറി പറിക്കാൻ എന്തായാലും പറ്റില്ല, മാങ്ങ നല്ല വലിപ്പം വെച്ചത് കൊണ്ടേ. അപ്പോൾ ഞാൻ ഈ നിലത്ത് വീണ മാങ്ങയൊക്കെ പെറുക്കി എടുത്തിട്ട് കണ്ണിമാങ്ങ അച്ചാർ ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടോ. ഈ കണ്ണിമാങ്ങ അച്ചാറിൻ്റെ ഒരു പവറേ, ആ ഒരു ആഗ്രഹം കൊണ്ടാണല്ലോ ഞാനിപ്പോൾ ഈ കാട്ടിലേക്ക് വന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ ഈ കാട്ടിലേക്കൊക്കെ വന്നിട്ട് ഒരുപാട് കാലമായിട്ടോ. എനിക്ക് പേടിയാണ് ഇതിലേക്ക് വരാൻ. ഇവിടെ നല്ല പന്നിശല്യം ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ആരും ഇങ്ങോട്ട് വരാറൊന്നുമില്ല. അതുകൊണ്ടാണ് ഒരുപാട് മാങ്ങ വീണ് കിടന്ന് വേസ്റ്റായി പോകുന്നത്. ഞാനെന്തായാലും ഒരു ഇലയൊക്കെ എടുത്തിട്ട് ആ ഇലയിലൊക്കെ പെറുക്കി എടുത്തിട്ടോ. ഞാൻ വീട്ടിൽ നിന്ന് ഒന്നും കൊണ്ടുവന്നിട്ടില്ലായിരുന്നു ഇത് മാങ്ങ ഇടാൻ വേണ്ടിയിട്ട്. ആരും വന്ന് പെറുക്കാത്തതുകൊണ്ട് ഇത് ഇഷ്ടം പോലെ മാങ്ങ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാടും പൊന്തിയൊക്കെ നിറഞ്ഞതുകൊണ്ട് തന്നെ പാമ്പുണ്ടാവുമോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു കേട്ടോ. പാമ്പുണ്ടെങ്കിൽ ഞാൻ പിന്നെ ഈ വഴിയേ വരില്ല. അപ്പം മനസ്സിൽ മുഴുവൻ ഈ പന്നിക്കുട്ടൻ്റെ ചിന്തകളായിരുന്നു കേട്ടോ. ഏത് വഴിയാണ് ഇവൻ വരിക എന്നുള്ളൊരു ഐഡിയ ഇല്ലല്ലോ. അപ്പോൾ വേഗം പെറുക്കി വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇലയിലൊക്കെ പെറുക്കിയിട്ടപ്പോൾ ഇല ആകെ കീറിപ്പോയിട്ട് ഒരുപാട് മാങ്ങ ഉണ്ടായത് കൊണ്ട് അപ്പോൾ ഞാനൊരു പാളയൊക്കെ എടുത്തിട്ട് അതിലേക്കൊക്കെ ഇട്ടു കേട്ടോ. അപ്പോൾ അതിലിട്ടിട്ടും അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞാൻ കൊണ്ടുപോവുകയാണ് കേട്ടോ. അപ്പോൾ വേഗം ഇവിടുന്ന് സ്ഥലം വിടട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ മാത്രമല്ലേ വന്നുള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ വീട്ടിലെത്താമെന്ന് വിചാരിച്ചു. അങ്ങനെ വീട്ടിലെത്തിയിട്ട് ഇതൊന്ന് കഴുകിയിട്ട് വേണം കുപ്പിയിലാക്കിയിടാൻ. ഇങ്ങനെ 2 ദിവസം മുന്നേ വന്ന് പെറുക്കിയപ്പോൾ എനിക്ക് കുറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ ബാലൻസ് ഉണ്ടായിരുന്നു കുപ്പിയിൽ. അപ്പോൾ ഇതും കൂടെ കഴുകി ഒന്ന് തുടച്ചെടുത്തിട്ട് ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇട്ടപ്പോൾ കുപ്പി നിറയെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി പെറുക്കാൻ പോകുമ്പോൾ വേറൊരു കുപ്പിയിലാക്കണം. അപ്പോൾ ഈ വർഷത്തിനുള്ള കണ്ണിമാങ്ങ അച്ചാർ കുറച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ.